ഇന്ന് കണ്ടുവരുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും കയറിക്കൂടിയ മയക്കുമരുന്നിന്റെയും മൊബൈലിന്റെയും അതിപ്രസരം നിറഞ്ഞ അമിത ഉപയോഗം മൂലം എത്രമാത്രം ഭയാനകരമായ അവസ്ഥയാണ് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത്. സർക്കാരുകളെയും പ്രസ്ഥാനങ്ങളെയും പഴിചാറ്റുന്നതിനപ്പുറം നാം നമ്മെ തന്നെ ചോദ്യം ചെയ്യുക. ദൈവത്തിന്റെ സ്വന്തം നാടിനെ സാത്താന്റെ കരാള ഹസ്തത്തിൽ നിന്നും നമുക്ക് വിടുവിക്കാം. സമാധാനം നിറഞ്ഞ ആ പഴയ നാടുകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഭക്തമറിയം വനിതാ സമാജം അഭിമാനത്തോടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു മാറി മറിയുന്ന കാലം. എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയായ ഉൾപ്പറങ്ങൾ അവനെ കിട്ടുന്നു. എന്താ ഇത്ര ചിരിക്കാൻ? യൂട്യൂബിൽ എത്ര തമാശയാ, ചെറിയ ചെറിയ കാര്യം ഇത്ര തമാശയോട് അവതരിപ്പിക്കുന്നത്. ഒന്നത്തെ കാര്യമോ എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ പറ്റത്തില്ല. നീ ഇങ്ങനെ കണ്ടിരുന്ന് ചിരിക്കുമ്പോ അത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കുക. ഈ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നു പറയുന്നത് ശരിയാണ്, വെറുതെ പറയുന്നതല്ല. വെറുതെയോ? നിനക്കറിയാമോ, ആ ഷാജസ് കറിയായിക്ക് ഒരു മാസം 76 ലക്ഷം രൂപയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. ഓ, ഇത്രയും കാശ് കൊടുക്കാൻ യൂട്യൂബിന് എവിടെ ഇത്ര പൈസ? ഇനി അവർക്ക് പരസ്യത്തിൽ നിന്ന് കിട്ടുന്നതാ. എന്നാ പിന്നെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൂടെ മനുഷ്യ? എന്നോട് എന്തിനാ ഇത് പറയുന്നേ? നിനക്കങ്ങ് തുടങ്ങിക്കൂടെ? അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല. ആ ഷാജസ്കാരെ നോക്ക്, 76 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കുന്നത്. എന്നാ നീ പോയി അവന്റെ കൂടെ ഒക്കെ പൊറുക. തുടങ്ങി എന്നും ഇതല്ല, മടുത്തു. എന്റെ ഒരു വിധി. നിങ്ങൾ ഏതോ ഒരു ട്യൂബിന്റെ കാര്യം പറഞ്ഞു വഴക്കിടാതെ സന്ധ്യയായി ദൈവത്തെ വിളിക്കാൻ നോക്ക്. അമ്മേ, എനിക്കൊരു മൊബൈൽ വാങ്ങിത്ത. എന്റെ മൊബൈൽ ആകെ പോയി. എന്റെ മോനെ, എന്റെ കൈ പൈസ ഇല്ല. എന്റെ മൊബൈൽ കണ്ടോ? ഇതൊന്നും മാറ്റിത്തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി. ഞാനും ജോലി ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? 5 പൈസ എടുക്കാൻ എന്റെ കയ്യിലില്ല. എന്റെ അപ്പനോട് ചോദിക്കും. ഞാൻ കേട്ടു ഇവിടെ അടിച്ചു വെച്ചിരിക്കുമല്ലേ നീ ചോദിക്കുമ്പോ എടുത്ത് തരാൻ. നീ പഠിക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കും. എങ്ങനെയെങ്കിലും എക്സാം എഴുതി പാസ്സായി ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്കണം. അമ്മേ, അപ്പ, ഞാൻ ക്ലാസ് ക്ലാസ്സിലേക്ക് പോകുവാണേ. ഓക്കേ മോളെ, ടേക്ക് കെയർ. ശരി മോളെ, പോയിട്ട് വാ. ഈ സന്ധ്യാസമയത്താണോ പെൺകുട്ടികൾ പുറത്തു പോകുന്നത്? കലികാലം എന്നല്ലാതെ എന്തു പറയാൻ. എന്റെ പൊന്നു ഗ്രാൻഡ്മ, പാല വെക്കല്ലേ. ബൈ. സാധിച്ചു കൊടുക്കും. എനിക്ക് ഒരു വിലയുമില്ല. എന്നെ ആർക്കും ഇഷ്ടമില്ല. മോനിങ്ങ് വാ. മോൻ അങ്ങനെയൊന്നും പറയരുത്. അപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ? അതൊന്നും അല്ല. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്നെ ഇവിടെ ആർക്കും വേണ്ട. ഞാനിവിടെ ഒരു അധികം പറ്റ. നമ്മുടെ ക്ലാസ് പാർട്ടിക്ക് ഒരു ഓളമില്ല
വിഷമിക്കേണ്ട, പൈസ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ രാവിലെ ഇതേ സമയത്ത് ഇവിടെ വന്നാൽ മതി. എങ്ങനെ 500 രൂപ ഉണ്ടാക്കാം? ഒരു വഴിയും കാണുന്നില്ലല്ലോ. പപ്പയുടെ പോക്കറ്റിൽ നിന്ന് എടുത്താലോ? കുഞ്ഞിന് വിഷമമായെന്ന് തോന്നുന്നു. അതെ, അവന് നല്ല വിഷമമായി. കുഞ്ഞു ഇവിടെ ആരാ ഇപ്പോൾ കുഞ്ഞ്? എത്ര ബുദ്ധിമുട്ടിയാലും ഈ മാസം തന്നെ അവൻ പറയുന്ന മൊബൈല് വാങ്ങി കൊടുക്കണം. അതിപ്പോ എങ്ങനെ നടക്കാനാ? മോളെ എക്സാം ഫീ അടച്ചതിന്റെ കടം ഇതുവരെ തീർന്നില്ലല്ലോ. സാരമില്ലടി, കട ഒഴിഞ്ഞൊരു കാലം നമുക്കുണ്ടായിട്ടുണ്ടോ? കുറച്ചുകൂടി കടം വാങ്ങിയാലും വേണ്ടില്ല, അവൻ അത് വാങ്ങി കൊടുക്കണം. ഒന്നുമല്ലെങ്കിൽ അവൻ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒന്നും പിറകെ പോകുന്നില്ലല്ലോ. അവൻ വിഷമിച്ചാൽ എന്റെ നെഞ്ച് തകരും. അവന്റെ മുന്നിൽ നിന്ന് കരയാതിരിക്കാനാ ഞാൻ അവിടെ നിന്നൊന്നും പറയാതിരുന്നത്. സാരമില്ല, അവൻ നമ്മുടെ മകനല്ലേ, നമ്മുടെ അവസ്ഥയൊക്കെ അവന് അറിയാം. എടി, അവൻ എനിക്ക് ആരാണെന്ന് അറിയാമോ? അവൻ എന്റെ ചോരയല്ലേ, എന്റെ പൊന്നമോ.
പഞ്ചാഗ്നി മധ്യേ തപസ്സു പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? പഞ്ചാഗ്നി മധ്യേ തപസ്സു പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? ഹലോ, എടാ, നമ്മൾ പറഞ്ഞ അതേ സ്ഥലത്ത് ഇപ്പോൾ തന്നെ എത്തണം. എടോ മക്കളെ, പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? എടാ, ഇന്നലെ നീയൊക്കെ ഞങ്ങൾക്ക് എന്താ തന്നത്? അത് സിന്തറ്റിക്കും മയക്കുമരുന്നെല്ലാം കൂടെ. എന്തായാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ലേ? ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ട. പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ താ, സാധനം ഇപ്പൊ തീരുവേ. നിന്നെയൊന്നും ഇത് വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ കോളേജിന്റെ പരിസരത്ത് ഇനി നിങ്ങളെ കണ്ടുപോകരുത്. കണ്ടാ നീ എന്ത് ചെയ്യണം? മുന്നോട്ട് വെച്ചാൽ നിന്നെയൊക്കെ തലവെച്ച് പോയി. അയ്യോ സാറേ, ഞങ്ങൾ നിരപരാധിയാണ്. ഞങ്ങളല്ല അവരാണ് ചെയ്തത്. അയ്യോ സാറേ, ഞങ്ങൾ നിരപരാധികളാണ്. അതൊക്കെ നിങ്ങൾ കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞാ മതിയുടെ മക്കളെ. ഇപ്പൊ സ്റ്റേഷനിലോട്ട് നടക്കേ. അടുത്ത ഒരു രംഗത്തോടുകൂടി 2025 മത്തമറിയം വനിതാ സമാജത്തിന്റെ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്തവരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അഭിനയിച്ചവർ ഷിബു അച്ചിൻകുഞ്ഞ്, സാറ ജിജോ, പവിഴം റോണി, ഡാനി അനിൽ, മഹിമ ജോസ്, ജോൺ എബ്രഹാം ജെയിംസ്, ജോർജി കെ റോണി, ആരോൺ ഷാജി വർഗീസ്, ജെറോം ജോൺ ജേക്കബ്, അനിൽ ബൈജു, മിലൻ ചെറിയാൻ മനോജ്, സെറീന ബെന്നി, ആൻ മേരി റോയ്, അബിയ ജോജി, ഷാരോൺ മാത്യു, ഷെഫി മാത്യു. ശബ്ദം നൽകിയവർ അനിൽ ഫിലിപ്പ്, ജോമോൻ ജോർജ്, കവിത പടിക്കൽ, ജിജി ജോൺ, സംഗീത ബിനു. സാങ്കേതിക സഹായം ഡാനിയൽ, മിനി ബെന്നി, മനോജ് തോമസ്, തോംസൺ ജേക്കബ്. സംവിധാന സഹായം അനിൽ ഫിലിപ്പ്, ഷിബു അച്ചൻകുഞ്ഞ്. രചനാ സംവിധാനം സുഗു തങ്കച്ചൻ. അയ്യോ അയ്യോ, ഇവരുടെ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഇവരുടെ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത്. പോലീസോ? എന്തിന്? മയക്കുമരുന്ന് കൈവശം വെച്ചു വന്ന, വിൽക്കാൻ ശ്രമിച്ചു വന്ന എന്നൊക്കെയാണ് കേൾക്കുന്നത്. അയ്യോ അയ്യോ, എന്റെ മോനെ വിളിച്ചിട്ട് വായോ? എന്റെ മോനെ വിളിച്ചിട്ട് വായോ? എന്റെ മോനെ, അയ്യോ എന്റെ മോൻ. നിർത്ത്. ഇപ്പോൾ കരയാൻ വന്നിരിക്കുന്നു. ഇത്രയും നാൾ എന്താ അവന് വേണ്ടി കരയാതിരുന്നത്? സന്ധ്യയായാൽ പാട്ടുപാടി വേദപുസ്തകം വായിച്ചു പ്രാർത്ഥിക്കാതെ ചോറ് വിളമ്പില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവനെ വളർത്തിയത്. അങ്ങനെ തന്നെയല്ലേ നീയും വളർന്നത്? ഇപ്പോൾ സ്വന്തം മക്കളുടെ കാര്യം വന്നപ്പോൾ പാട്ടില്ല, വേദപുസ്തകം വായനയില്ല, പ്രാർത്ഥനയില്ല, സന്ധ്യയെന്നോ രാത്രിയെന്നോ ഇല്ല. പിള്ളേരവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പോകും. നിങ്ങൾ സർവ്വസമയവും മൊബൈലിൽ നോക്കിയിരിക്കും. അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതം. അവൻ ഈ നിലയിലായി തീരാൻ വേറെ ആരുമല്ല, അപ്പനും അമ്മയും എന്ന നിലയിൽ നിങ്ങൾ തന്നെയാണ് കാരണം. നിങ്ങൾ പാർട്ടിക്ക് പറഞ്ഞു വിടുന്നുണ്ടല്ലോ. നിങ്ങൾ പള്ളിയിലേക്ക് അവനെ നിർബന്ധിച്ചു വിടാറുണ്ടോ? ദൈവവിചാരമുള്ള ഒരു കുഞ്ഞും വഴിതെറ്റി പോവില്ല. അവൻ എന്റെ കൊച്ചുമകനാണെങ്കിൽ അവൻ